മോദി വിരുദ്ധർ ഏറെ മുറവിളി കൂട്ടുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു എന്നാണ്. എന്നാൽ അത്തരക്കാർക്കുള്ള ഒരു വലിയ മറുപടിയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസ്താവന. ജനാധിപത്യ പ്രക്രിയകളിൽ ഇന്ത്യ ലോകത്തിന് മാതൃക എന്ന് പ്രധാനമന്ത്രി. ഭാരതത്തിൽ വനിതകൾക്ക് നൽകുന്ന സ്ഥാനം അത് വെറുമൊരു തീരുമാനം മാത്രമല്ല, ഭരണകൂടത്തിന്റെ വെറുമൊരു തീരുമാനം മാത്രമല്ല, മറിച്ച് ജനാധിപത്യത്തിന് കരുത്തേക്കാൻ സ്ത്രീകൾക്കും സ്ഥാനം നൽകുക എന്നതാണ്. ജനാധിപത്യം ആക്രമിക്കപ്പെടുന്നു എന്ന ആരോപണത്തിന് മുന്നിൽ നരേന്ദ്രമോദി നൽകുന്ന മറുപടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും അംഗീകരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കാൻ പോകുന്ന ഒന്നാണ്. ഇക്കഴിഞ്ഞ ദിവസം കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം നടക്കുകയാണ്. സംവിധാൻ സദനിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പ്രധാനമന്ത്രി ഭാരതത്തിലെ ജനാധിപത്യത്തിൽ താൻ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നും അത് എത്രമാത്രം ശക്തമാണ് എന്നതും ഒക്കെ വെളിപ്പെടുത്തിയത്. ഭാരതം വൈവിധ്യത്തെ ജനാധിപത്യത്തിന്റെ ശക്തിയാക്കി മാറ്റി എന്ന മോദി. ഭാരതം സ്വതന്ത്രമായപ്പോൾ ഇത്രയും വൈവിധ്യത്തിൽ ജനാധിപത്യം എങ്ങനെ നിലനിൽക്കും എന്ന സംശയങ്ങൾ വ്യാപകമായി ഉയർന്നിരുന്നു. എന്നാൽ ഭാരതം വൈവിധ്യത്തെ ജനാധിപത്യത്തിന്റെ ശക്തിയാക്കി മാറ്റി. ഭാരതത്തിൽ ജനാധിപത്യം വിജയം കൈവരിക്കുന്നു. കാരണം ജനാധിപത്യ മനോഭാവം എന്ന് പറയുന്നത് അത് വെറും ഒരു വാക്കല്ല, അത് നമ്മുടെ രക്തത്തിലും മനസ്സിലും സംസ്കാരത്തിലുമുണ്ട്. ഈ മനോഭാവം സമീപകാലത്ത് 25 കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ചു. ഭാരതത്തിൽ സ്ത്രീകൾ ജനാധിപത്യത്തിൽ പങ്കാളികളാകുക മാത്രമല്ല, വഴികാട്ടുകയും ചെയ്യുന്നു. രാഷ്ട്രപതി ഒരു വനിതയാണ്, ദില്ലിയിലെ മുഖ്യമന്ത്രിയും വനിതയാണ്. ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ഏകദേശം 1.5 ദശലക്ഷം വനിതാ ജനപ്രതിനിധികളുണ്ട്. ഇത് ആഗോളതലത്തിൽ സമാനതകളില്ലാത്തതാണ്. ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും അവയുടെ പ്രവർത്തനങ്ങൾക്കും സ്ഥിരതയും വേഗതയും വ്യാപ്തിയും നൽകാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് മോദി വ്യക്തമാക്കി. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചട്ടക്കൂട്. ഇവിടെ വനിതാ പ്രാതിനിധ്യം പടിപടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 18ാമത് ലോക്സഭയിൽ 13.6% വനിതാ പ്രാതിനിധ്യം. ഇതേസമയം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ 45%. ഭരണഘടനാപരമായ സംവരണ സാധ്യതകളുടെ ഫലമായിട്ടാണ് വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. ഇന്ദിരാഗാന്ധി, പ്രതിഭ പാട്ടീൽ, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ ദേശീയ ഭരണ സംവിധാനത്തിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുന്നതിന് തെളിവാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ രാജ്യത്തെ പരമോന്നത പദവി അലങ്കരിക്കുന്നതിനും ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിമാരായിരുന്ന സക്കീർ ഹുസൈൻ, APJ അബ്ദുൾ കലാം, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവർ ഇതിന് തെളിവാണ്. രാജ്യത്തെ 20%-ലേറെ ജനങ്ങൾ ന്യൂനപക്ഷത്തിൽപ്പെടുന്നവരായതുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിലെ ഇവരുടെ പ്രാതിനിധ്യവും ഭരണഘടനാപരമായ സംരക്ഷണവും ഇവരെയെല്ലാം ഉൾക്കൊള്ളുന്നത് ഉറപ്പാക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള വിവിധ സമൂഹങ്ങളെ ചേർത്ത് പിടിക്കുന്നതിലും ഭാരതത്തിന്റെ ബഹുസ്വരത പ്രകടമാണ്. നിയമനിർമ്മാണ സഭ, ഭരണനിർവഹണ സഭ, നീതി നിർവഹണ സഭ ഇവയുടെ അധികാരങ്ങൾ കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ജനാധിപത്യക്രമം കാത്തുസൂക്ഷിക്കാൻ സഹായിക്കുന്നു. ഭരണഘടനയിലെ 50ാം അനുച്ഛേദം കോടതികളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നുണ്ട്. ഇത് നിയമനിർമ്മാണ സഭയുടെയും ഭരണനിർവഹണ സഭയുടെയും നടപടികൾ പുനഃപരിശോധിക്കാൻ കോടതികളെ സഹായിക്കുന്നു. ജനാധിപത്യത്തിന്റെ വ്യത്യസ്ത തൂണുകൾക്കുള്ള ഈ സമതുലിതാവസ്ഥ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ഉതകുന്നതാണ്. ഇത് ഫലത്തിൽ ക്രമസമാധാനം ബലപ്പെടുത്തുകയും ചെയ്യുന്നു. സൈന്യത്തിന്റെ സ്വാധീനവും രാഷ്ട്രീയമായ പ്രക്ഷോഭങ്ങളും സാമ്പത്തിക ദുരിതങ്ങളും ഒക്കെ സങ്കീർണത സൃഷ്ടിക്കുന്ന അയൽ രാജ്യങ്ങൾ അവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം തുടരുകയും തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. കോടിക്കണക്കിന് ആളുകൾ സമാധാനപരമായി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാകുന്നത് വഴി ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ജനാധിപത്യത്തിന്റെ തിളങ്ങുന്ന ദീപസ്തംഭമാണ്. പുരാതന സാംസ്കാരിക മൂല്യങ്ങളെ ആധുനിക ഭരണഘടനാ മൂല്യങ്ങളുമായി വിളക്കിച്ചേർക്കുക വഴി ഇന്ത്യ ദക്ഷിണേഷ്യയിൽ മാത്രമല്ല ആഗോളതലത്തിലും ഒരു പ്രചോദക ബിന്ദുവായി തുടരുകയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ നിർത്താതിരിക്കുക. ഇന്ത്യൻ ജനാധിപത്യം എല്ലാവർക്കും ഭാസുരമായ ഭാവി വാഗ്ദാനം ചെയ്യുന്നു. കോവിഡ് മഹാമാരി ഉൾപ്പെടെയുള്ള ആഗോള പ്രതിസന്ധികൾ ഇന്ത്യ തരണം ചെയ്തിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകിയ കരുതലും സഹായങ്ങളും നരേന്ദ്രമോദി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. 2024 ഇന്ത്യയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗ്ലോബൽ സൗത്തിനു വേണ്ടി പുതിയ വികസന പാതകൾ തുറക്കേണ്ട സമയമാണിത് എന്നും എല്ലാ രാജ്യങ്ങളുടെയും പുരോഗതിയിൽ പങ്കാളിയാകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പാർലമെന്റ് അധ്യക്ഷന്മാരും ഉദ്യോഗസ്ഥന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ്, ഇന്റർ പാർലമെന്ററി യൂണിയൻ പ്രസിഡന്റ് തുലിയ ആക്സൺ, കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ പ്രസിഡന്റ് ക്രിസ്റ്റഫർ കെലില എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഫലപ്രദമായ വികേന്ദ്രീകരണം എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയം. ഭാരതത്തിൽ 4ാം തവണയാണ് സമ്മേളനം നടക്കുന്നത്.
ന്യൂസ് ഡെസ്ക് കർമാനസ്.